ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പാകിസ്ഥാൻ പൌരന്മാർക്ക് അനുവദിച്ച വിസ ഇന്ത്യ റദ്ദാക്കിയ സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ പാക് സ്വദേശികളെ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇവരെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികൾ ഉറപ്പാക്കണമെന്നും ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. ദീർഘകാല വിസകൾ, നയതന്ത്ര ഔദ്യോഗിക വിസകൾ ഒഴികെ പാക് പൌരന്മാർക്ക് നൽകിയ എല്ലാ വിസകളും ഇന്ത്യ ഞായറാഴ്ച മുതൽ റദ്ദാക്കിയിരുന്നു. പാക് പൌരന്മാർക്ക് നൽകുന്ന എല്ലാ മെഡിക്കൽ വിസകൾക്കും ഈ മാസം 29 വരെ മാത്രമേ സാധുതയുണ്ടാകൂ. റദ്ദാക്കിയ വിഭാഗങ്ങളിൽ പുതിയ വിസകൾ നൽകില്ല. 1960 സിന്ധു നദീജല കരാർ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയതിന് പിന്നാലെയായിരുന്നു യോഗം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ശ്രീനഗറിലെത്തി സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ലഫ്റ്റനന്റ് കേണൽ മനോജ് സിൻഹ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. വടക്കൻ കശ്മീരിലെ ബന്ദിപ്പോര മേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരുമായി ഇന്ന് പുലർച്ചെയുണ്ടായ കനത്ത വെടിവയ്പിൽ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഒരാൾ കൊല്ലപ്പെട്ടു. ലഷ്കർ-ഇ-തയ്ബയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അൽതാഫ് അലിയാണ് കൊല്ലപ്പെട്ടത്. അതേസമയം നിയന്ത്രണ രേഖയിലെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പഹൽഗാമിൽ ഭീകരരുടെ വെടിയേറ്റു മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ P രാജീവ്, AK ശശീന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിക്കാൻ എത്തി. 15ാമത് ദേശീയ റോസ്ഗാർ മേളയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 51,000 നിയമന ഉത്തരവുകൾ കൈമാറും. രാവിലെ 11 മണിക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമടക്കം രാജ്യത്തെ 47 സ്ഥലങ്ങളിൽ 15ാമത് തൊഴിൽ മേളകൾ നടക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി കമലേഷ് പാസ്വാൻ മുഖ്യാതിഥിയാകും. എറണാകുളത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. സുതാര്യവും കാര്യക്ഷമവും സമഗ്രവുമായ നടപടികളിലൂടെ വഖഫ് ബോർഡുകളെ ആധുനികവൽക്കരിക്കാനാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ. സ്വകാര്യ സർക്കാർ സ്വത്തുക്കൾ കയ്യേറുന്നതിന് വഖഫ് വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. കൂടുതൽ വാദം കേൾക്കുന്നതിനായി കേസ് മെയ് 5 മാറ്റി. ISRO മുൻ ചെയർമാനും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശില്പിയുമായ K. കസ്തൂരിരംഗൻ ബംഗളൂരുവിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. രാജ്യത്തിന്റെ സുപ്രധാന വിക്ഷേപണ വാഹനമായ PSLV വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കാണ് വഹിച്ചത്. 2003 മുതൽ 2009 വരെ രാജ്യസഭാംഗമായി. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഉൾപ്പെടെയുള്ള ബഹുമതികൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. K. കസ്തൂരിരംഗന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ നടക്കും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന പൊതുദർശനത്തിൽ പോപ്പിന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു റോമിലെത്തി. കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യം വിളമ്പാനുള്ള അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന IT പാർക്കുകൾക്കും സ്വകാര്യ IT പാർക്കുകൾക്കും ലൈസൻസിന് അപേക്ഷിക്കാം. മലമ്പനി നിവാരണത്തിന് ഏകോപിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് മന്ത്രി വീണ ജോർജ്. 2027 മലേറിയ നിവാരണം എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ 2094 പേരെ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 109 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 112 പേരെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കഴിഞ്ഞ 10 ദിവസമായി മണൽ കൊണ്ട് മൂടിയ പൊഴി മുറിച്ചു. പൊഴി അടഞ്ഞതോടെ വെള്ളക്കെട്ടിലായ സമീപ പ്രദേശങ്ങളിൽ നിന്നും 2 ദിവസത്തിനകം വെള്ളം ഇറങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ചെന്നൈയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ചെന്നൈ 12.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസ് എടുത്തിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.